So I request Reverend Devo John Achan to come to the dais. Prakash, Isaac Achan, please come. And I also request our chief guest, Professor Roy Daniel, come to the dais. So we can start the meeting. We will start the meeting with a prayer by Reverend Devo John. പ്രാർത്ഥിക്കും. എൻ മനമേ ഭൂമിയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവരുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഭൂമിയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കുന്നു. ദൈവമായ കർത്താവേ, സീമസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കുവാൻ കർത്താവെ ഈ അമേരിക്കയുടെ ദേശത്ത് കടന്നു വരുവാണ്. വീണ്ടും ദൈവം ഈ സ്കൂളിൽ ഈ കോളേജിന്റെ നാമത്തിൽ കൂടി വരികയാണൊക്കെ ഞങ്ങൾ തരുന്ന ജീവിത അനുഗ്രഹങ്ങൾക്കായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കൂടിവരവ് സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും അനുഭവമാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയ സീമസ് കോളേജിനെ സ്വാഗതം ചെയ്യുന്നു. ആ കോളേജിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സന്തോഷത്തിനും സൗഹൃദത്തിനും ദൈവകൃപയ്ക്കുമായിട്ട് നന്ദി. ഇനി ഞങ്ങളൊക്കെ ഈ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണരുവാൻ, നന്ദി ഉണരുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. Next is a welcome and introduction. ആദരണീയരായ അച്ഛന്മാര്, റവറൻഡ് ദീപു ജോൺ, റവറൻഡ് Isaac K. Prakash, Isaac B. Prakash, and our chief guest, Professor Dr. Roy Sam Daniel, CMS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളെ. CMS കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. CMS കോളേജിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പഠിക്കുവാനും ആ ക്യാമ്പസിലൊന്ന് കാലുകുത്തുവാനും പഠിക്കുവാനും ചില വർഷങ്ങളൊക്കെ അവിടെ ചെലവഴിക്കാനും ഒക്കെ എല്ലാവർക്കും ഭാഗ്യം കിട്ടത്തില്ല. ആ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതിന് നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളുന്നു. അതൊരു ബഹുമതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടാണ്? CMS കോളേജ് പ്രശസ്തമായ ഒരു കലാലയമാണ്, പുരാതനമായ ഒരു കലാലയമാണ്. കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ കൽക്കട്ട കഴിഞ്ഞാൽ ആദ്യത്തെ കലാലയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം CMS കോളേജ്. ആ CMS കോളേജിൻ്റെ ക്യാമ്പസിൽ ഒരു പ്രാവശ്യം എത്തിയവരാരും അത് മറക്കില്ല, അല്ലേ? CMS കോളേജിൻ്റെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ്, CMS കോളേജിൻ്റെ ഗ്രൗണ്ട്, CMS കോളേജിൻ്റെ കോളിൻസ് ലൈബ്രറി, ഗ്രാമർ സ്കൂള്, ആസ്പത്രി ഹോസ്റ്റല്, കൻറ്റീന്, വിമൻസ് ഹോള്, അതുപോലെ തന്നെ PG ഹോസ്റ്റല്, ചാപ്പല്, ഇതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു അവസ്ഥയാണ് CMS കോളേജ്. ചൂളമരത്തിൻ്റെ ചുവട്ടിൽ ഇവിടെ ലവേഴ്സ് ലൈൻ ഉണ്ട്. ഇന്ന് ആ ലവേഴ്സ് ലൈനൊക്കെ ആർട്ടിഫിഷ്യലായി മാറിയിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ലവേഴ്സ് ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ പോയി നിന്ന് അവർ മനുഷ്യനെ കാണത്തില്ല. ചാപ്പലിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പറയുന്നത് ലൈബ്രറിയോട് പോകുന്ന ഒരു വഴിയാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇന്ന് അതെല്ലാം ടാർ ചെയ്ത് മാറ്റിയിട്ടാണ് അങ്ങനെയല്ല ഇപ്പോൾ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ആ ലവേഴ്സ് ലൈനൊക്കെ നമുക്ക് വളരെ ആരും മറക്കാത്ത ഒരു ക്യാമ്പസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CMS കോളേജിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരു ബഹുമതിയുമാണ്. ഞാൻ CMS കോളേജിൽ, എൻ്റെ പേര് സക്രിയാവുന്നതാണ്. ഞാൻ CMS കോളേജ് 1972 CMS കോളേജിൽ പഠിക്കാനെത്തിയത്. ഞാനന്ന് CMS കോളേജിൽ പഠിക്കുമ്പോൾ CMS കോളേജ് MSc അനാലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. കേരളത്തിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രിയുള്ള ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ് CMS കോളേജിൽ മാത്രമായിരുന്നു. അന്ന് MSc എല്ലാ കോളേജുകളിലും ഇല്ല. MSc ഉണ്ടായിരുന്നു, അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ള കോളേജ്. ഇന്നിപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ കോളേജുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ അപൂർവമായ ഒരു സാഹചര്യം, ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു കോളേജാണ് CMS കോളേജ് എന്ന് പറയുന്നത്. ആ CMS കോളേജ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ഞാൻ ഇന്ന് കൂടാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് CMS കോളേജിലെ ഒരു സുഹൃത്തിനെ കാണാനായിട്ടുണ്ട്. അത് ഞാൻ
ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി, ചർച്ചിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നതാണ്. അപ്പോൾ ഞാൻ CMS കോളേജ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തൊരു ആ പ്രസന്നതയും സന്തോഷതയും ഒന്ന് കുറേ, അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം, അദ്ദേഹം ഒരു CPI കാരനാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ബാബു കുട്ടീസ് എന്ന് പറയും, ഇവിടെ മുമ്പിൽ ഇരിപ്പുണ്ട്. പുള്ളി അങ്ങ് വാചാലനാണ് എത്ര നേരം. ഞാൻ പുള്ളി 1 മണിക്കൂർ ഏകദേശം ഞങ്ങൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ ചെന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് 1 മണിക്കൂറോളം ഞങ്ങളോട്, ഞാനുണ്ടായിരുന്നു മോളിയാൻ്റെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. അന്ന് എന്നോട് പറഞ്ഞു നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇവിടെ എല്ലാവർക്കും ഉണ്ട്, CMS കോളേജിൽ മാത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞു CMS കോളേജ് ഒരു പ്രത്യേകതയുണ്ട്, ഒരു യൂണിക്കാണ്, അത് കൂടിയില്ലെങ്കിലും ആൾക്കാർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കൂടാൻ കാരണം നമ്മുടെ റോയ്സാം ദാനിയൽ സാറ് ഇവിടെ, സാറും മാഡം ജാൻസിയും അമേരിക്ക കാണാനായിട്ട് ഇവിടെ എത്തിയതാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവരിവിടെ ഉണ്ട്. അവർ ഹൂസ്റ്റണിൽ വരുമെന്ന് പറഞ്ഞ് 2 ദിവസത്തേക്ക് ഹൂസ്റ്റണിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ മീറ്റിംഗ് കൂടാനായിട്ട്. അപ്പം പെട്ടെന്ന് 2 ആഴ്ചത്തെ കാലയളവ് മാത്രമേ ഉള്ളായിരുന്നു ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട്. എങ്കിലും നിങ്ങളെല്ലാവരും വന്ന് ഇത് വളരെ സന്തോഷം. അത് നിങ്ങൾ ആ CMS കോളേജിലുള്ള സ്നേഹവും CMS കോളേജിലുള്ള കരുതലും കൊണ്ടാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ CMS കോളേജ്, കോട്ടയം CMS കോളേജ് എന്ന് പറയുന്നത്, കോട്ടയം, പണ്ട് കോട്ടയം എന്ന് പറയുന്നത് സ്പെല്ലിംഗ് എന്ന് വരുന്നത് COTYM എന്നായിരുന്നു. കം ഓപ്പൺ ടു യുവർ മൈൻഡ്, അല്ലേ? നമ്മുടെ മനസ്സിലേക്ക് വരിക, കം ഓപ്പൺ ടു യുവർ മൈൻഡ് എന്നാണ്. നമ്മുടെ വരിക, നമ്മുടെ മനസ്സിനെ ഒന്ന് തുറക്കാനായിട്ട്, ഓർമ്മകൾ മറ്റുള്ളവർ പങ്കുവയ്ക്കാനായിട്ട്, എല്ലാവരുമായിട്ട് ഒന്ന് ഒന്നിച്ചു കൂടാനായിട്ട്. മറ്റൊരു ഉദ്ദേശവും ഇതിനകത്തില്ല. എല്ലാവരും ഒന്നിച്ചു കൂടുക, അന്യോന്യം കാര്യങ്ങൾ, നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം ചിലവാക്കിയാലും കുഴപ്പമില്ല. അത് മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശമുള്ളൂ. ഇനിയും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുള്ളത്. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് റോയ്സാം ദാനിയൽ സാറാണ്. സാറിനെ ഞാൻ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറൊരു ഭാഗ്യവാനാണ്. ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഭാഗ്യവാനെന്ന് പറയുമ്പോൾ, ഞാൻ അതൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ സാറിൻ്റെ കുടുംബം തന്നെ ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? യഹോവ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു ഭാഗ്യവാനാണ്. അപ്പം സാറ് ആ ഒരു കുടുംബത്തിൽ നിന്നാണ് സാറ് CMS കോളേജിൽ വന്ന് പഠിച്ചു. CMS കോളേജ് സാറ് പഠിക്കാൻ വരുന്നത് 85-ലാണ്. അത് ഞാൻ അവിടെ കോളേജിലെ അധ്യാപകനാണ്. അപ്പോൾ സാറ് കൊമേഴ്സ് ആയതുകൊണ്ട് ഞാൻ സാറിനെ പഠിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. സാറ് അവിടെ അപ്പം 2 വർഷം അവിടെ കൊമേഴ്സ് പഠിച്ചു. അതിനുശേഷം കോളേജിലെ അധ്യാപകനായെന്ന് മാത്രമല്ല, പ്രഥമ അധ്യാപകനായി. അതാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം. ചുരുക്കം ചിലർക്ക് മാത്രമേ ആ കോളേജിൽ അധ്യാപകനാവുകയും അവിടെ തന്നെ പ്രഥമ അധ്യാപകൻ പ്രിൻസിപ്പളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സാറിൻ്റെ ഭാഗ്യം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സാറ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോഴാണ് CMS കോളേജിൻ്റെ 200ാമത്തെ വർഷം ആഘോഷിക്കുന്നത്, അല്ലേ? അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അല്ല, എത്രയോ പ്രഗത്ഭരായ പ്രിൻസിപ്പൽമാർ അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ സാറിന് അതിൻ്റെ ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ കാനൻബറി ആർച്ച് ബിഷപ്പ് വേൽബിയാണ്. കാനൻബറി ആർച്ച് ബിഷപ്പ് CMS കോളേജിൽ വന്നത് സാറിൻ്റെ സമയത്ത്. അതുപോലെ CMS കോളേജ് ഇന്ന് നമ്മൾ കാണുന്ന CMS കോളേജ്, നമ്മൾ പഠിച്ച CMS കോളേജില്ല. ഇന്ന് CMS കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ്, നമ്മുടെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെയാണ്. പണ്ടൊക്കെ നമ്മുടെ സിലബസുകൾ, കരിക്കുലം ഒക്കെ തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കാഡമിക് കൗൺസിലും സെനറ്റും ഒക്കെ തീരുമാനിച്ചത് 10-100 കോളേജുകളിൽ ഒരേ രീതിയിൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ഥിതി മാറി CMS കോളേജ്. CMS കോളേജിൽ എന്താ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ ഒരു വലിയൊരു അക്കാഡമിക് ചേഞ്ച് നടത്തുന്ന ആ സമയത്ത് അതിന് നേതൃത്വം കൊടുത്തതാണ് റോയ്സാർ. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ്, രാഷ്ട്രപതി വന്നതും ഈ സാറിൻ്റെ കാലയളവിൽ തന്നെയാണ്. ഒത്തിരി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറ് ഒരു ഭാഗ്യമുള്ള ആളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സാറ് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 4-5 വർഷം സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഹൂസ്റ്റണിൽ വന്ന് കൂടി അറിയാമെന്ന് ഞാനില്ല. അന്ന് ഞാൻ അറ്റ്ലാന്റയിൽ ഞാൻ അവിടെ വെച്ച് ഞാൻ ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയായിരുന്നു. സാറും റജി സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മോടൊപ്പം സാറിനെ കിട്ടിയത് നമുക്കിടെ ഒരു ബഹുമതിയായിട്ട് നമ്മൾ കരുതുന്നു. സാറിനെ ഒരു പ്രാവശ്യം കൂടി, സാറിനെയും ജാൻസി മാഡം സാറ് കുടുംബമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കാം സാർ. ജാൻസി മാഡം നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, കൃഷി വകുപ്പിലെ വളരെ ഉന്നത പൊസിഷനിൽ ഇന്ന് റിട്ടയർ ചെയ്താണ്. അഡീഷണൽ ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. മാഡത്തെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ചത് റവറൻ ദീപു എബി ജോൺ അച്ഛനാണ്. അച്ഛന് സെന്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിൻ്റെ വികാരിയാണ്. 1 വർഷമായുള്ളൂ.
അച്ഛനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കണ്ടവരാരും മറക്കത്തില്ല. ചിരിച്ചുകൊണ്ട് എപ്പോഴും വർത്താനം പറയുന്നത്, ചിരിച്ചുകൊണ്ടേ പറയത്തുള്ളൂ അച്ഛൻ വർത്തമാനം. അതുകൊണ്ട് അതുപോലെ തന്നെ അച്ഛൻ നല്ല പ്രാസംഗികനാണ്, വേദോത്സവത്തിൽ നല്ല വിജ്ഞാനമുണ്ട്. അച്ഛൻ്റെ വർത്തമാനത്തിൽ നിന്നത് മനസ്സിലാകും. അച്ഛനെയും അച്ഛൻ കുടുംബമായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അച്ഛൻ ഒറ്റയ്ക്കാണ്. അച്ഛൻ്റെ പിള്ളേർ വരമുണ്ടാക്കും, അതുകൊണ്ട് വരാനായിരുന്നു. അപ്പോൾ അച്ഛനെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ റവറൻഡ് ഫാദർ ഐസക് വി പ്രകാശ് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യും. അച്ഛനവിടെ കൊമേഴ്സാണ്, സോഷ്യോളജിയാണ് പഠിച്ചത്, സോഷ്യോളജി. അച്ഛനെ വിളിച്ചത്, അച്ഛനെ ഒരു എനിക്കൊന്ന് ബുധനാഴ്ച, ഈ ഇന്നിപ്പം ബുധനാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയോ 2 ദിവസം മുമ്പാണ് അച്ഛനെ ഒന്ന് വിളിച്ചത്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ അച്ഛൻ എങ്ങോ ഒരു നമ്മുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നും അച്ഛനില്ലായിരുന്നു. അച്ഛൻ എവിടെയോ കണ്ടു ഇങ്ങനെ കാണുന്നു. അച്ഛൻ്റെ പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ച്, ഏതോ മെഡിറ്റേഷനൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി വെച്ച് അച്ഛൻ പറഞ്ഞു ഞാൻ എന്തായാലും വന്നിരിക്കുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം അച്ഛൻ ഞങ്ങളുടെ കൂടെ എത്തിച്ചേർന്നതിന്. അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പേര് പറയാനായിട്ട് നമ്മുടെ ടിറ്റി മാത്യു എന്നോടൊപ്പം ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനായിട്ട് വളരെയേറെ സഹകരിച്ചാണ് ടിറ്റി മാത്യു എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ചതാണ് ടിറ്റി മാത്യുവിനെ. അതുപോലെ ഞാൻ ആസ്പത്രി ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നപ്പോൾ അവിടെയും ടിറ്റി മാത്യു ഉണ്ടായിരുന്നു. ടിറ്റി മാത്യു അവിടെ മെസ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഹൂസ്റ്റണിൽ വന്നപ്പോഴും അവിടെയുണ്ട് ടിറ്റി മാത്യു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു അധ്യാപകൻ പറഞ്ഞു തന്ന മട്ടിൽ എല്ലാം വളരെ അനുസരണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ടിറ്റി മാത്യുവിനെ ഞാൻ പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംസാരിക്കാനായിട്ട് അതുപോലെ തന്നെ CMS കോളേജിലെ മറ്റൊരു അധ്യാപകനാണ് പ്രൊഫസർ ടോം തോമസ് ഇവിടെയുണ്ട്. അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്, അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ ബാബുക്കുട്ടി, അതുപോലെ ഈ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും CMS കോളേജിലൂടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ എന്ന് പറഞ്ഞത് നമ്മുടെ ജോസി അങ്കിളാണ്. ജോസി അങ്കിളിലൂടെ ബാബുക്കുട്ടി സാറും വൈഫും എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ വർഗീസ്, നമ്മുടെ ഇപ്പം ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റണിലെ ഒരു പ്രൊഫസറാണ് ഉമ്മൻ. CMSൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഷൈനി കൺക്ലൂഡിങ് ഷൈനി സെൻറ് തോമസ് CSIയിലെ ഒരു അംഗമാണ്. ഷൈനി ഇവിടെ എക്കണോമിക്സ് കൊമേഴ്സാണ് പഠിച്ചത്. അപ്പം എല്ലാവരെയും ഞാൻ ഒരിക്കൽ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് 1-2 പേര് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെല്ലാം ഒന്ന് സോഷ്യലൈസേഷനാണ്. കാര്യം അവരവരുടെ എക്സ്പീരിയൻസും ഓർമ്മകളും ഒന്ന് പങ്കിടുകയാണ്. അതിനൊരു കുറച്ച് സമയമുണ്ട്. എല്ലാവരും റോയ് സാന്താനിയൽ അന്വേഷണം. പ്രിയപ്പെട്ട സകലവൻ സാറ്, ദീപുവച്ചൻ, ഐസകച്ചൻ, മറ്റ് ഇവിടെ ആയിരിക്കുന്ന CMS കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് US-ൽ ഒരു 1.5 മാസത്തെ വിസിറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകളായ ആനി തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവിടെ വരിക എന്നുള്ളതും എൻ്റെ ഷെഡ്യൂളിൽ ഞാൻ ഉൾപ്പെടുത്തി. അങ്ങനെ ഹ്യൂസ്റ്റൺ തീരുമാനിച്ചപ്പോൾ ആദ്യം ഞാൻ സകലവൻ സാറിനെ വിളിച്ചു, ഞാൻ വരുന്നുള്ളത്. അങ്ങനെയാണ് ഇപ്രകാരം വളരെ യാദൃച്ഛികമാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ CMS കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഞങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റ് പലപ്പോഴും ഇവിടെ വെച്ച് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഏറെ ഞങ്ങൾ പല വേദികളിലും പൂർവ്വ വിദ്യാർത്ഥികൾ പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞാണ്, വീമ്പളകിട്ടുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഉമ്മൻ സാറിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉമ്മൻ സാറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളെ പേര് പറഞ്ഞ് ഞങ്ങൾ വലിയ വീമ്പിളക്കി കേമന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥികളുടെ വാല്യൂ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലുതാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ടെക്സസിൽ പോയി സുധൻ സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തു.
അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അനേക സയൻറ്റിസ്റ്റുമാർ, അതുപോലെ കോളേജ് സമൂഹത്തിന് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദീപോച്ചൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് കോളേജിൻ്റെ കോൺട്രിബ്യൂഷനെക്കാട്ടും കൂടുതൽ വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ കോളേജ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 25 വർഷം കോളേജ് സമൂഹത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് ഒരു 50 വർഷം പുറകിലായിരുന്നു. ഇതൊരു അതിശയോക്തിയല്ല. ഇന്നത്തെ കേരളം ഒരു 50 വർഷമെങ്കിലും പുറകിലായിരുന്നു CMS കോളേജിൻ്റെ ആദ്യത്തെ 25 വർഷം ഇല്ലായിരുന്നെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഭാഷയുടെ വികാസം, മലയാള ഭാഷയ്ക്ക് അല്ലെ ആദ്യത്തെ ഡിക്ഷണറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇന്നും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് ഹെർമൻ ഗുണ്ടട്ട്. അത് പലപ്പോഴും CMS കോളേജിന് നേതൃത്വം നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും വീഴ്ച കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഹെർമൻ ഗുണ്ടട്ട് 1870 ഡിക്ഷണറി എഴുതുന്നതിന് മുമ്പ് 1930കളിൽ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയും ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയും എഴുതി. ഇത് ഒരു കൊച്ചു പുസ്തകമായിട്ടല്ല എഴുതിയത്, ഏകദേശം 1500 പേജോളമുള്ള ഒരു ഡിക്ഷണറിയാണ്. ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 70% വാക്കുകളുടെ ബ്രാക്കറ്റിൽ B എന്ന് എഴുതിയിട്ടുണ്ട്, ടേക്കൺ ഫ്രം ബെഞ്ചമിൻ ബെയ്ലി. എന്നാൽ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പിതാവ് കൊച്ചുമകൻ ഒരാൾ നോബൽ ലോറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മലയാള ഭാഷയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷന് അത് ഏറെ പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കിട്ടിയ നോബൽ സമ്മാനത്തിൻ്റെ ഭാഗം എടുത്ത് വിനിയോഗിക്കുകയും അങ്ങനെ ആ ബുക്ക് റീപ്രിന്റ് ചെയ്യുകയും ചെയ്തു. 1870 ഹെർമൻ ഗുണ്ടട്ട് എഴുതിയ മലയാളം ഡിക്ഷണറി പിന്നീട് റീപ്രിന്റ് ചെയ്തതിനെ അടിസ്ഥാനമാക്കി നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത് ആദ്യ ഡിക്ഷണറി ഹെർമൻ ഗുണ്ടട്ട് എഴുതുന്നതാണ്. എന്നാൽ പിന്നീട് 2018 ബൈസെന്ററി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ തന്ന കുറച്ച് ഫണ്ടിനെ അടിസ്ഥാനമാക്കി ഇതിൻ്റെ ഒരു കോപ്പി ഇംഗ്ലണ്ടിൽ വരുത്തുകയും അത് റീപ്രിന്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, ആദ്യത്തെ മലയാളം ഗ്രാമർ ബുക്ക്, ആദ്യത്തെ മലയാളം ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ തന്നെ മലയാളം എങ്ങനെ ലളിതവൽക്കരിച്ച് പറയാം, അതിൻ്റെ ഗ്രാമർ പോലും എഴുതിയത് മിഷണറിമാർ. അങ്ങനെ മലയാള ഭാഷയുടെ അക്ഷരം എന്ന് പറയുന്നത് ചതുരത്തിലുള്ള അക്ഷരമായിരുന്നു. അന്നത്തെ കാലത്ത് എഴുതുന്നത് ചതുരത്തിൽ മാത്രമേ അക്ഷരം എഴുത്തുള്ളായിരുന്നു. അത് എഴുതുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനെ റൗണ്ട് ഷേപ്പുള്ള അക്ഷരമാക്കി തീർത്തത്, കുറച്ചുകൂടെ മനുഷ്യർക്ക് എഴുതുവാൻ സൗകര്യമുള്ള അക്ഷരമാക്കി തീർത്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അതുപോലെ മലയാളത്തിൽ ഇന്ന് നമ്മൾ എഴുതുന്ന മലയാളത്തിൻ്റെ ഗദ്യഭാഷയും പദ്യഭാഷയുമുണ്ട്. മലയാളത്തിൽ പുതിയ നിയമത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ കാലഘട്ടം വരെ മലയാളത്തിൽ പദ്യഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും പഠിച്ചിട്ടില്ല, ആരും എഴുതുന്നില്ല. എഴുതുന്നെങ്കിൽ വളരെ ചുരുക്കം ചില ഗുരുകുല വിദ്യാഭ്യാസ ആരെങ്കിലുമൊക്കെ പഠിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് കവിത ഭാഷയിൽ മാത്രമായിരുന്നു മലയാള ഭാഷ ഉണ്ടായിരുന്നത്. കവിത ഭാഷയ്ക്ക് ഒരു പ്രോസ് മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അത് പുതിയ നിയമ ട്രാൻസ്ലേഷൻ കൂടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മലയാള ഭാഷയുടെ വികാസത്തിന് CMS കോളേജിലെ അധ്യാപകരും ആദ്യകാലത്തെ മിഷണറിമാരും നൽകിയ സംഭാവനകൾ ഓർക്കുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കുവാനേറെയുണ്ട്. എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നാട്ടുകാരായിട്ടുള്ള അധ്യാപകരുടെ ലീഡർഷിപ്പ്, ആദ്യകാലത്തെ അധ്യാപകർ എന്ന് പറയുമ്പോൾ മിക്കവാറും കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡിൽ നിന്നുള്ള ഡിഗ്രി ലഭിച്ചവരായിരുന്നു. അതിനായിട്ടുള്ള തീർച്ചയായിട്ടും ബെനിഫിറ്റ് നമുക്കറിയാം. നിങ്ങൾ പഠിച്ചതിനെക്കാട്ടിൽ നല്ല വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇവിടെ കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ഒരു സമൂഹമായിട്ട് നമ്മളെല്ലാം മാറിത്തരുന്നു. എന്നാൽ ഇന്ന് സാറ് സൂചിപ്പിച്ചൊരു കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് കോളേജായി തീർന്നു. ഇന്നിപ്പോൾ കോളേജിന് കരിക്കുലമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം തന്നെ വലിയൊരു മാറ്റത്തിന് വിധേയമാണ്. CMS കോളേജ് മാത്രമല്ല. ഇപ്പോൾ അന്ന് നമ്മൾ പഠിച്ച 3 വർഷത്തെ ഡിഗ്രി മാറിയിട്ട് ഇപ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമായി. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇൻ്റർനാഷണൽ പാരിറ്റിക്ക് വേണ്ടിയാണ് 4 ഇയർ കൊണ്ടുവന്നെങ്കിൽ തന്നെയും പലപ്പോഴും അതിൻ്റെ ഔട്ട്കം എന്തെന്ന് ഇപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ഇയർ ആദ്യത്തെ ബാച്ച് കുട്ടികൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല.
അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സും എല്ലാം കൂടെ ഉള്ള ചേർന്നിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഇന്നും ഒരു വലിയൊരു കെട്ടിനകത്ത് അടിമപ്പെട്ട് കിടക്കുകയാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ഈ സെറ്റേഡ് അറൗണ്ട് ദ ടീച്ചേഴ്സിനെ കേന്ദ്രീകരിച്ചാണ്. ടീച്ചേഴ്സിന് എത്ര വർക്ക്ലോഡ് ഉണ്ട്, അവർക്ക് വർക്ക്ലോഡ് ടാലി ചെയ്യാൻ വേണ്ടിയാണ് സിലബസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു അഡീഷണൽ സിലബസ് കൊടുത്താൽ അധ്യാപകൻ്റെ വർക്ക്ലോഡ് കുറയുമെന്നുണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസം മൊത്തം സെൻറ്റേഡ് അറൗണ്ട് ദ ടീച്ചേഴ്സ്. സ്റ്റുഡൻറ് സെൻറ്റേഡ് ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് കുട്ടികളെല്ലാം പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്ന് ഞാൻ കോളേജുകളുടെ പേരൊന്നും പറയുന്നില്ല. ഓട്ടോണമസ് കോളേജ് അല്ലാത്ത കോളേജുകളിൽ ഇന്ന് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ട്രഡീഷണൽ കോഴ്സസ് മാത്സിന് ഒരു കുട്ടി, സുവോളജിക്ക് 2 കുട്ടി, ബോട്ടണിക്ക് ഒരാൾ, ഒരു കുട്ടി അരയാകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അരയായിട്ടില്ല. അങ്ങനെ 1-2 കുട്ടികൾ മാത്രമായിട്ട് മിക്ക കോളേജുകളിലും അങ്ങനെ ആയിക്കഴിഞ്ഞു. അത് ഓട്ടോണമസ് കോളേജ്, തിരുവനന്തപുരത്ത് വാനിസ് കോളേജ്, പിന്നെ SP കോളേജ്, CMS കോളേജ്, പിന്നെ സെൻറ് തെരേസസ്, ഇങ്ങനെ 5-8 കോളേജുണ്ട് കേരളത്തിൽ. ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും കോളേജിലെ കുട്ടികളുടെ എണ്ണം നേരത്തെ മുമ്പുള്ളതിനെക്കാട്ടിൽ 10-1 20 ആയി കുറഞ്ഞു. കുട്ടികൾ കംപ്ലീറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ CMS കോളേജ് ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ട് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്നും കോളേജ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നേതൃത്വം കൊടുക്കുന്നു. നാഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 86ാമത്തെ കോളേജായിട്ട് നിലനിൽക്കുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്. നാക് അക്രഡിറ്റേഷൻ, അതുപോലെ പല അക്രഡിറ്റേഷനുകളിലും വളരെ ഭേദപ്പെട്ട രീതിയിൽ കോളേജ് കേരളത്തിന് മാതൃക എന്നുള്ള രീതിയിൽ കേരളത്തിലെ 4-5 കോളേജുകൾ ഒന്നായിട്ട് കോളേജ് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അതേസമയം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളുമുണ്ട്. നിങ്ങൾക്കറിയാം, മാത്സ് ബ്ലോക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ ക്യാൻറ്റീൻ്റെ കൂടെ ഇടയ്ക്കായിട്ടുള്ള ആ താഴെക്കുഴിയിലുള്ള ആ ബിൽഡിങ് അത് അൺഫിറ്റാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് കെട്ടിടം ഉപയോഗിക്കുന്നില്ല. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാത്സ് മലയാളം ഈ 2 വിഭാഗങ്ങളാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് ഈ 1 മാസത്തിനുള്ളിൽ അത് ഡിമോളിഷ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ലൈബ്രറി ബിൽഡിങ്ങിൽ ഒത്തിരി ബുക്കുകൾ, അത് അവിടെ സ്ട്രക്ചർ അതിനെ വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പഴയ ഒത്തിരി ബുക്കുകൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് അങ്ങോട്ട് ആക്സസ് കൊടുക്കുന്നില്ല. അങ്ങനെ പല ചലഞ്ചസും ഈ കാലങ്ങളിലുണ്ട്. ഫൈനാൻഷ്യലി പലപ്പോഴും ഗവൺമെൻറ് അധ്യാപകർക്ക് സാധ്യത കൊടുക്കുമെങ്കിൽ തന്നെയും മറ്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നുമില്ല. ചില കോളേജിന് 2014 ഒരു സ്പെഷ്യൽ ഹെറിറ്റേജ് സ്റ്റാറ്റസ് കിട്ടിയിരുന്നു. സ്പെഷ്യൽ ഹെറിറ്റേജ് സ്റ്റാറ്റസ് UGC 4 കോടി രൂപ കിട്ടി. പ്രിൻസിപ്പൽ ബംഗ്ലാവ്, ചാപ്പല്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രേറ്റ് ഹോള്, ഈ കെട്ടിടങ്ങളെല്ലാം അതിൻ്റെ ആദ്യത്തെ അലോട്ട്മെൻറ്റിനകത്തോടെ അതെല്ലാം റിനോവേഷൻ ചെയ്തു. ഒരു ഹെറിറ്റേജ് റിനോവേഷൻ കമ്പനി, ബോംബെയിലൊരു കമ്പനിയെ കൊണ്ടുവന്നാണ് നമ്മളത് ചെയ്തത്. ഏറ്റവും ഭംഗിയായിട്ട് അത്രയും ബിൽഡിങ്ങുകളുടെ അടുത്തൊരു 100 വർഷം കൂടെ ലൈഫ് കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ പണി പൂർത്തിയായി. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയർ കൊണ്ട് അത് കിട്ടാതെ പോയി. ഇതൊക്കെയാണ് കോളേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സക്കറിയ സാർ പറഞ്ഞതുപോലെ കോളേജ് ഓർക്കുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. എന്നാൽ ഉദാഹരണം ലവേഴ്സ് ബാത്ത് സാറ് പറഞ്ഞു ഇപ്പോഴും മറ്റേ ആരും ഇരുന്നാൽ കാണത്തില്ലെന്ന്. അപ്പം ഞാനിവിടെ പറഞ്ഞു, ഇപ്പോഴും ആരും ഇരുന്നാൽ കാണത്തില്ല, കണ്ണടച്ചാൽ മാത്രം മതി. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് അത് ഇരുട്ടത്തിരുന്ന് അല്ലെങ്കിൽ മറയത്തിരുന്ന് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയില്ലാതെ അവർ ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ ലവേഴ്സ് ബാത്തിൽ തടസ്സങ്ങളോ ഇല്ലാത്തത് അവർക്കൊരു വിഷയമേ അല്ല. അത്തരത്തിൽ മാറ്റങ്ങളും നമ്മളുടെ സമൂഹം മാറി എന്നുള്ളത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ ഞാൻ CMS കോളേജിലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന ഒരു ബിജു എന്ന് പറയുന്ന ഒരാളിനെ വിളിച്ചു ഇന്നത്തെ മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു. സാറേ, ഞാൻ ഇപ്പോൾ കോളേജിന് മുമ്പ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഹ്യൂസ്റ്റണിലുള്ള ആളാണ്. ഞാൻ കോളേജിന് മുമ്പ് നിൽക്കുകയാണ്, അയ്യോ ഞാൻ അവിടെ ഇല്ലാതായിപ്പോലോ, ഞാൻ കോളേജിനകത്തോട്ട് കയറാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെല്ലുന്നവർക്ക് തന്നെ വലിയൊരു ആവേശമുണ്ട്. കോളേജിൽ ചെല്ലുക എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയാണ്. മുൻകാലങ്ങളിൽ പല രീതിയിലും കോളേജിന് അക്കാഡമിക്കലി ആൻഡ് അതർവൈസ് നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു.